ഹായ്, ഓണം സ്പെഷ്യലിലൂടെ ഞാൻ ഇന്നുണ്ടാക്കി കാണിക്കാൻ പോകുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. ഇത് പുളിഞ്ചിയല്ല കേട്ടോ, ഇഞ്ചിക്കറിയാണ്. സാധാരണ തെക്കൻ കേരളത്തിലാണ് ഇതിങ്ങനെ ഉണ്ടാക്കാറുള്ളത്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി 50 ഗ്രാം, ചെറിയ ഉള്ളി 50 ഗ്രാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1, ഉപ്പ് ആവശ്യത്തിന്, പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന്, ശർക്കര ഒരു ചെറിയ കഷ്ണം, പെരിങ്കായപ്പൊടി, എണ്ണ ആവശ്യത്തിന്, കടുക്, കറിവേപ്പില, വെള്ളം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചീനിച്ചട്ടി ചൂടായത് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പം ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി എടുത്ത അതേ അളവിൽ തന്നെ ഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ്. ഇപ്പം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്, അതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ ഇഞ്ചിയും ഉള്ളിയും വറുത്തതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണയിലിരുന്ന് ഒരു 2 ടീസ്പൂൺ എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഞ്ചിയും ഉള്ളിയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിടണം കേട്ടോ, മറക്കണ്ട. ഇപ്പം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിപ്പോൾ ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. പുളിവെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മധുരം ഒരല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് പെരുങ്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായത് നമ്മൾക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.